ഫ്രണ്ട്സ്, ഗോവ ഓൺ വീൽസിന്റെ നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങള് സൗത്ത് ഗോവയിലെ കോൾവ ബീച്ചിനടുത്തുള്ള ഒരു സ്പെഷ്യൽ മസാല സോഡ കുടിക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളും കുടിക്കോ ഞങ്ങളുടെ കൂടെ? അപ്പൊ ഇപ്പൊ ടൈം ഒരു 7:30 ആയിട്ടുണ്ട്, രാത്രി 7:30 ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങള് ബീച്ചിലേക്ക് കയറുന്നില്ല, കാരണം ബീച്ചിൽ ഇപ്പോ ഈ രാത്രി ആയതുകൊണ്ട് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പൊ ഞങ്ങൾ അതൊരു ഡിസംബർ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും സീസൺ ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറെ വാട്ടർ സ്പോർട്സുകളും കുറെ ഫോറിനേഴ്സും അങ്ങനെ നല്ലൊരു രസമായിരിക്കും ബീച്ച് കാണാൻ. അപ്പൊ ഞങ്ങൾ അപ്പൊ വന്നിട്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി എടുക്കാം. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, പോണ വഴിയൊക്കെ ഇത് കോൾവ ബീച്ചിലേക്കുള്ള വഴികളാണ് കേട്ടോ. അവിടെയൊക്കെ നിറച്ച് ഇതേപോലെയുള്ള ഷോപ്പുകളൊക്കെയാണ്. കുറെ കാജു മാർക്കറ്റ് ഉണ്ട്. കാജു മീൻസ് നമ്മുടെ കശുവണ്ടി, അതൊക്കെ റീസണബിൾ റേറ്റിനോട് കിട്ടും കേട്ടോ, അണ്ടിപ്പരിപ്പ്. അപ്പൊ അതായത് ഇതാണ് കേട്ടോ നമ്മളുടെ സ്പെഷ്യൽ മസാല സോഡ. അപ്പൊ നമ്മളുടെ നാട്ടില് കുലുക്കി സർബത്ത് എന്നൊക്കെ പറഞ്ഞ കുറെയൊക്കെ ഫേമസ് ആയിട്ടുണ്ട്. അതേപോലെ ഗോവയിൽ ഫേമസ് ആയിട്ടുള്ള മസാല സോഡ കഴിക്കാനാണ് പോകുന്നത്. അപ്പോ ഈ ചേട്ടന്റെ കടയിലേക്കാണ് നമ്മ പോയി. ഈ ചേട്ടനാണ് ഇവിടെ, ഈ ചേട്ടനാണ് ഈ കടയുടെ ഓണർ. അസിസ്റ്റന്റ് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, വേറൊരു പയ്യനാണ് അവിടെ അസിസ്റ്റന്റ്. ഈ ചേട്ടൻ വേറെന്തോ ബിസിനസ് ഒക്കെ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് രാത്രി മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോ എനിക്കിത് റെസിപ്പിയൊക്കെ പറഞ്ഞു തന്നിട്ടാണ് ചേട്ടൻ അവിടെ മസാല സോഡ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ മസാല സോഡ ചേട്ടന്റെ ഒരു സ്പെഷ്യൽ മസാല കൂട്ടൊക്കെ ഇട്ടിട്ടാണ് ചേട്ടൻ റെഡിയാക്കുന്നത്. അപ്പോ കുടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും. അപ്പൊ നിങ്ങൾ ഇവിടെ കോൾവേലൊക്കെ വരുന്ന സമയത്ത് ചേട്ടന്റെ കട കാണുകയാണെങ്കിൽ ഇവിടെ കയറി കുടിക്കണം. വേറെ ഇവിടെ കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സ്, കട്ട് ഫ്രൂട്ട്സ് ആണ്. അതായത് കുറെ ഫ്രൂട്ട്സ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് തരില്ലേ, ആ സംഭവം അതാണ് വേറെ കിട്ടുന്നത്. അതൊക്കെ നമുക്ക് വേനൽ ടൈമിലൊക്കെയാണ്, പകൽ സമയത്തൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ കഴിച്ചിട്ടൊക്കെ ബീച്ചിലിരിക്കാൻ നല്ലതാണ്. ഞങ്ങൾ അങ്ങനെയും ഇരുന്നിട്ടുണ്ട് മുൻപൊക്കെ വരുമ്പോ. അപ്പൊ ഇതാണ് ചേട്ടന്റെ സ്പെഷ്യൽ മസാല. അപ്പൊ ചേട്ടനോട് ഞങ്ങളുടെ ചാനലിനെയൊക്കെ പറ്റിയൊക്കെ പറയണം. അപ്പൊ ചേട്ടൻ പറയണ ഇവിടെ അതേപോലെയൊക്കെ വരാറുണ്ട് ആൾക്കാർ വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു റഷ്യൻ ആരോ വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പറയായിരുന്നു. ചേട്ടൻ നല്ല കൂളാണ് കേട്ടോ. ചേട്ടൻ നമ്മളോട് നമ്മളുടെ ചാനലിനെ പറ്റിയൊക്കെ ചോദിച്ചു വന്നിട്ട് അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പേരൊക്കെ എഴുതിയെടുത്തു. അങ്ങനെ നല്ല കൂൾ ചേട്ടനാണ്. നല്ല പോസിറ്റീവ് വൈബായിരുന്നു ചേട്ടൻ്റെ അടുത്ത്. എന്നിട്ട് ഞങ്ങളോട് പൈസ ഒന്നും വാങ്ങിയില്ല കേട്ടോ. 50 രൂപയാണ് ഇതിന്റെ വില. പക്ഷെ 50 രൂപയോ അങ്ങനെ എന്തുകൊണ്ടൊക്കെയാണ് തോന്നുന്നു അതിന്റെ റേറ്റ്. പക്ഷെ ഞങ്ങളോട് റേറ്റും പറഞ്ഞില്ല, എന്താ പൈസയും വാങ്ങിയില്ല ഞങ്ങളോട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനാണത് ഫുൾ കുടിച്ച് തീർത്തത്. അപ്പൊ നിങ്ങൾ മറക്കല്ലേ കേട്ടോ, ഈ ചേട്ടന്റെ ഷോപ്പ് കോൾവ ബീച്ചിന് തൊട്ട് മുന്നിലായിട്ടുള്ള സ്റ്റാൾ, കുറെ സ്റ്റാൾ ഉണ്ടാവും, അവിടെയാണ് ഈ ചേട്ടന്റെ സ്റ്റാൾ ഉള്ളത്. അപ്പൊ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയാണ്. ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി കാണിച്ചു തരും. ഇവിടെ കോൾവ ബീച്ചിനടുത്തായിട്ട് 2 കേരള റെസ്റ്റോറന്റ് ഉണ്ട്. അതിനകത്ത് ഒരു റെസ്റ്റോറന്റ് നമുക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം അത് വേറെ സൈഡായിരുന്നു. ഇത് ഞങ്ങൾ കാണിക്കാം. ഈ റെസ്റ്റോറന്റിന്റെ പേരെന്തുട്ടാണ്? തറവാട്. ഇത് ഇവിടുത്തെ അക്കാസിയ എന്നുള്ള ഒരു റിസോർട്ടാണ്. അപ്പൊ കോൾവ ബീച്ചിനടുത്ത് ആർക്കെങ്കിലും റിസോർട്ട് വേണമെങ്കിൽ അവിടെ ബുക്ക് ചെയ്യാം. നല്ല റിസോർട്ടാണ്. മറ്റേ കണ്ടതാണ് തറവാട്. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ലൈക്കും കമന്റും ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു.